എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണം കഴിഞ്ഞ് രേവതി സച്ചിയൊക്കെ വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചന്ദ്രമതിക്ക് അവർ രണ്ടുപേരും കൂടെ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇഷ്ടം. ഒരു കാരണവശാലും അവർ സന്തോഷത്തോടെ കഴിയരുത്. അതാണ് ചന്ദ്രമതിയുടെ മനസ്സറിയാൻ. പിന്നീട് ആരതി എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം രവീന്ദ്രനോട് ഭയങ്കര മോശമായിട്ട് രീതിയിലാണ് ചന്ദ്രമതി പറയണത്. എന്നെ കൊണ്ടും പറ്റില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് രവീന്ദ്രനെ പേടിച്ച് അവസാനം ആരതിക്ക് ഒഴിയുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം അവരെന്ത് ചെയ്യണം, പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. രേവതിയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞതിന് മുമ്പ് താൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഈ പൂജാമുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുമായിരുന്നു. തനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സച്ചേനെ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇതുപോലെ ഒരാളെയാണല്ലോ താൻ കല്യാണം കഴിച്ചതെന്ന് ഓർത്ത് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. സച്ചേനോടൊപ്പം ഉള്ള ജീവിതമാണല്ലോ തനിക്ക് ദൈവം തന്നിരിക്കുന്ന ഓർത്തുണ്ട്. അങ്ങനെ ഭഗവാന് നന്ദി പറയാണ്. സച്ചിക്കും ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും അങ്ങനെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ കുറെ പൂക്കളൊക്കെ പൂജാമുറിയിൽ നിന്ന് രേവതി എടുത്തുകൊണ്ട് എന്നിട്ട് അത് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയണം. രണ്ടുപേരും അനുഗ്രഹിക്കണം എന്ന് പറയാം. അച്ഛനും അമ്മയെ അനുഗ്രഹിക്കണം എന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എപ്പോഴും എപ്പോഴും ഇതെന്താ അനുഗ്രഹിക്കാനായിട്ട്? ഒന്ന് കല്യാണം കഴിഞ്ഞൊന്ന് അനുഗ്രഹിച്ചല്ലേ, പിന്നെ എപ്പോഴും ഉണ്ടോ ഇങ്ങനെയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിനക്ക് എന്തായാലും പ്രത്യേകിച്ച് പൈസ മുടക്കുണ്ടോ ചന്ദ്രേന്ന് ചോദിക്കുക. എന്ത്? അല്ല ഒരു അനുഗ്രഹം കൊടുക്കണേന്. നമ്മുടെ മക്കളല്ലേ അവരെ ഒന്ന് അനുഗ്രഹിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. എനിക്കെന്ത് പ്രശ്നം? അന്നാ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയാണ്. അങ്ങനെ അവസാനം മനസ്സോടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ്. ഈ സമയം സച്ചിൻ രേവതിയും കൂടെ ചന്ദ്രമതി കാലിൽ വീണ് അനുഗ്രഹം മേടിക്കണം. ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ സച്ചി തന്റെ മനസ്സ് ഓർക്കണേ. സച്ചി പറഞ്ഞു, മുമ്പ് കല്യാണം കഴിച്ചാലും പക്ഷെ ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടായിരുന്നില്ല കല്യാണം കഴിച്ചേ. എന്റെ മനസ്സിൽ നല്ല ദേഷ്യമായിരുന്നു. അച്ഛനല്ലേ എന്നോട് പറഞ്ഞേ താലി കെട്ടറാന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ അങ്ങനെ പറഞ്ഞ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അവളുടെ കഴുത്തെ താലി ആർത്തി. ഞാനൊന്നും നോക്കിയില്ല. പക്ഷെ എനിക്ക് ഇവളോട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്റെ ജീവിതം നശിപ്പിച്ചവള എന്നൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് എപ്പോഴാന്ന് അറിയത്തില്ല ഇവളെ എനിക്ക് അങ്ങ് ഇഷ്ടമായി എന്ന് സച്ചി പറയാണ്. ഇതിന്റെ പേരാണോ ഇഷ്ടം? അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടാ ഈ തവണ സച്ചേട്ടൻ സ്നേഹിച്ച് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നു പറയാണ്. ആന്താടാ അങ്ങനെ പറഞ്ഞേ? ഇതാ സച്ചേട്ടാ ഇഷ്ടം എന്നൊക്കെ പറയണേ. ഇപ്പം രേവതി ചേച്ചിനെ കാണാതിരിക്കാണ്ട് സച്ചേട്ടന് പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ പേരാണ് ഇഷ്ടം എന്ന് നമ്മൾ പറയണേ. അത് കേട്ടത് രേവതി പറഞ്ഞു, അതുപോലെ തന്നെയായിരുന്നു എനിക്ക് സച്ചേട്ടനെ ഇഷ്ടമില്ലായിരുന്നു. ഓ എൻ്റെ അമ്മ പറഞ്ഞു മണ്ഡപത്തിലേക്ക് കയറിയിരിക്കാനായിട്ട്. അങ്ങനെ മാത്രം ഞാൻ കയറിയിരുന്നു. പക്ഷെ ആ സമയത്ത് സച്ചേട്ടന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയില്ല. കാരണം എൻ്റെ മനസ്സ് നിറയെ വല്ലാത്ത ടെൻഷനൊക്കെ ആയിരുന്നു. എങ്ങനെയായി തീരും എന്തായി തീരും എന്ന് ഓർത്തോണ്ട്. കാരണം സച്ചേട്ടനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നില്ല ഉണ്ടായിരുന്നേ. എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോടും അനിയത്തിയോടും ഒക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെട്ടു. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സച്ചേട്ടൻ എത്ര നല്ലവനാണ്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അല്ലേലും ദൈവം എങ്ങനെയാ ചേരേണ്ടവരെ തന്നെ ചേർക്കുള്ളെന്ന് പറയണം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അതാണ് കറങ്ങി തിരിഞ്ഞു പോയിട്ടും അവസാനം സച്ചിക്ക് വേണ്ടിയിട്ട് രേവതിനെ ഇങ്ങോട്ട് ദൈവം കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയണ. അല്ലെങ്കിൽ അത് സുധിയുടെ ഇതിലായിരിക്കണ്ടേ. സുധി ആയിരുന്നല്ലോ ആദ്യം പെണ്ണ് കാണുക ഒക്കെ ചെയ്തേ. പക്ഷേങ്കില് സുധിനെ പോലെയുടെ ഫ്രോഡിന്റെ കൂടെ രേവതി എങ്ങനെ ജീവിക്കും? ദൈവത്തിന് അതറിയാം. അതുകൊണ്ടാണ് സച്ചിനെ തന്നെ രേവതിക്ക് കൊണ്ടേ കൊടുത്തേ. ഈ പറഞ്ഞ ചന്ദ്രമതിക്കാണെങ്കിലും അറിയാം സച്ചിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും സച്ചി നല്ലവനാണ്. അല്ലെങ്കിൽ രേവതിനെ അവന് ഇഷ്ടമെന്ന് പറയാം. അതുപോലെ തന്നെ താൻ സുധീനെ പൊക്കി പറയുന്നുണ്ടെങ്കിൽ അവനൊരു ജോലിയും കൂലിയില്ല. അതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ചന്ദ്രമതിക്ക് അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ 3-4 ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സുധിക്ക്. ഈ പറയുന്ന സച്ചിക്ക് അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് സച്ചിയോട് ചന്ദ്രമതിക്ക് എപ്പോഴും ദേഷ്യം. സച്ചിനെ കാണുമ്പോൾ പോലും ദേഷ്യം. അതോടൊപ്പം തന്നെ വേറെ എന്തോ ഒരു വലിയ രഹസ്യം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നാളിലെ സംഭവിച്ച ദുരന്തമാണ്. അതെന്താന്ന് ഇതിലായിട്ടും പറഞ്ഞിട്ടുമില്ല. ആ രഹസ്യം ഒരുപക്ഷെ ആ രഹസ്യമായിരിക്കും ചന്ദ്രമതിയുടെ മനസ്സിൽ സച്ചിയോടുള്ള ദേഷ്യം ഇരട്ടിപ്പിച്ചിരിക്കുന്നത്. അത് പറയാനായിട്ട് ഒട്ട് രവീന്ദ്രൻ സമ്മതിക്കുന്നുമില്ല. സച്ചി 2-3 വട്ടം അത് പറയാനായിട്ട് ഒരുങ്ങിയതാ. പക്ഷെ അതിനൊന്നും സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ എഴുതിയിട്ട് രേവതി സച്ചിയും കൂടെ നിൽക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഇനി നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറ്റാൻ പറയണം. അപ്പൊ സച്ചി ചോദിച്ചു, അല്ല വേറെ ചില കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിക്കുക. എന്ത് കാര്യങ്ങള്? അല്ല ഞാൻ അശോകനങ്ങളിനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയണേ. എന്തിന്? അല്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണഗതിയിൽ എന്താ അലങ്കാരം പരിപാടിയൊക്കെ ഇല്ലെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം
രേവതി സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണ വിളിക്കുവാണ്. എന്താ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ സച്ചിനെ നോക്കി ചിരിക്കുക. പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞു, കണ്ടില്ല ചന്ദ്രേ, എന്ത് സ്നേഹത്തോടെ അവര് പോയെന്ന് കണ്ടു പഠിക്കണം. കുറച്ചു നാൾ മുമ്പ് വരെ സച്ചിക്ക് രേവതിനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അവൻ ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരായെങ്കിൽ എന്ന് പറയാണ്. ഇത് കേട്ടോ ചന്ദ്രപതി, പിന്നെ ഇതിനകത്ത് ഇപ്പൊ എന്താ എത്ര ഇരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സ്നേഹം പോലും 10 പകല് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീ അത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നോളാന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലടി ചന്ദ്രേ. അവർ തമ്മിൽ ഇനി തെറ്റിപ്പിരിയാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് കയറിപ്പോവാ. പിന്നീട് ശ്രുതിയും ചന്ദ്രമതിയും മാത്രമായി. ആ സമയത്ത് ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് ചന്ദ്ര പറഞ്ഞു, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം മോളെ, എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണം. എന്ത് കാര്യം അമ്മ പറയണേന്ന് ചോദിക്കണം. അത് പിന്നെ അറിയാലോ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ അവൾക്ക് താലിമാല വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു. മോൾക്കും വേണം ഇതിനേക്കാളും വലുതോ ഒരു 10-15 പവന്റെ എങ്കിലും മേടിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ, അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഓ രക്ഷപ്പെട്ടു. ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ. പിന്നീട് ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നീ ഭാഗ്യവാനാടാ, ശ്രുതിയെപ്പോലൊരു പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലേ. ആ രേവതിനെ എങ്ങനെയാണ് നീ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താനും അന്ന് അതോടുകൂടി നിന്റെ ജീവിതം അവസാനിപ്പിച്ചാലെന്ന് പറയാം. കാരണം അവളുടെ വീട്ടിൽ നിന്ന് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും സച്ചിക്ക് എന്തെങ്കിലും സഹായം ഉണ്ടാകുന്നുണ്ട് അവളുടെ വീട്ടിൽ നിന്ന്? ഒരു സഹായം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിലും അത്താഴപ്പട്ടിണി കിടക്കുന്ന അവർക്ക് ഇവിടെ സഹായിക്കാനായിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് ആകെപ്പാടെ ഒരു അങ്കലാപ്പാണ്. ദൈവമേ, തൻ്റെ അമ്മായിമ്മയ്ക്ക് എപ്പോഴും പണവും സ്വർണം മാത്രം മതി. ഇങ്ങനെ പറയുമ്പോൾ എടുത്തു കൊടുക്കാനായിട്ട് താനെ വല്ല പണമരത്തെയും പിടിച്ചിട്ട് കുലുക്കുന്നുണ്ടോ? ഇവരുടെ വിചാരം അങ്ങ് മലേഷ്യയിൽ നിന്ന് വരുന്നതെന്നാ. പക്ഷെ തനിക്കല്ലേ അറിയത്തുള്ളൂ ഇതൊന്നും അല്ല എന്നുള്ള കാര്യം. പലിശയ്ക്ക് മേടിച്ച് മുടിഞ്ഞു. ഇനി എവിടെ പോയി മേടിക്കാനെന്ന് പോലും അറിയത്തില്ല. ആന്റണിക്കാണെങ്കിൽ കുറെ പണം കൊടുക്കാനുമുണ്ട്. അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ അയാൾ വീട്ടിലേക്ക് വീട് അന്വേഷിച്ച് വരും. അങ്ങനെ അന്വേഷിച്ച് വന്നാൽ അതോടുകൂടി തീർന്നു, കഷ്ടകാലം തുടങ്ങുക. പിന്നെ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാലും ഒരു നീക്കുപോക്കാക്കി എടുക്കണം എന്നൊരു തീരുമാനത്തിലൊക്കെ ശ്രുതി എത്തുകയാണ്. പിന്നീട് ആകെപ്പാടെ വിഷമത്തിൽ ഇങ്ങനെ ചന്ദ്രമതി ഇരിക്കുകയാണ്. എന്താ ഒരു പോംവഴി കണ്ടെത്തണ്ടേ? എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണമല്ലോ. രണ്ടെണ്ണത്തിനോട് എങ്ങനെയും തെറ്റിപ്പിരിപ്പിക്കണം. ഇപ്പൊ രണ്ടുപേരും ചക്കര അടയും പോലെ ഇരിക്കുന്നത്. അതൊരു കാരണവശാലും പാടില്ല, തനിക്ക് ദോഷം ചെയ്യും എന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ കണക്കൂട്ടുകയാണ്. ഈ സമയം മഹേഷും ഫ്രണ്ട്സും കൂടെ കാർ ഷെഡിൻ്റെ ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഓട്ടം പോകുന്ന കുറെ വണ്ടിയൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്താണ് ആന്റണിയും കൂട്ടരും കൂടി ചെല്ലുന്നത്. അപ്പം അങ്ങോട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശരത്ത് ഒഴിവാവാണ്. ശരത്ത് പറഞ്ഞു, അയ്യോ അങ്ങോട്ടേക്കാണ്, ഞാൻ ഇല്ലാന്ന് പറയണ്ടത്. ഇത് കേട്ടപ്പോൾ ആന്റണി ചോദിച്ചാൽ, എന്താടാ നീ വരുന്നില്ലാത്ത? അവിടെ സച്ചേട്ടൻ കാണും, എന്നെ കണ്ട ആ പട പ്രശ്നമാവെന്ന് പറയണേ. ഞാനേ ചേട്ടൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ ചിലപ്പോൾ വീട്ടിൽ പറയും. അത് പിന്നെ വല്ലാത്ത പുലിവാലാവെന്ന് പറയാം. അല്ല എന്നാൽ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയെന്ന് കണ്ടിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സച്ചി ഇല്ലായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷ് ചോദിച്ചു, എൻ്റെ പലിശ പൈസ എന്തേടാന്നൊക്കെ ചോദിക്കുക. ഇതെല്ലാം മഹേഷ് പറഞ്ഞു, ആന്റണി ഒരു 2-3 ദിവസത്തോടെ അവധിയായിട്ട് അതിനുള്ളിൽ ഞാൻ തരാം. പിന്നെ അത്യാവശ്യം ഇപ്പോൾ 2 ദിവസമായിട്ട് ഓട്ടം ഉണ്ട്, അതുകൊണ്ട് എന്തായാലും ഞാൻ 2 ദിവസം കൊണ്ട് തന്നേക്കാന്ന് പറയണം. അതെ, നീ ഇങ്ങനെ ഓരോ ഒഴിവൊഴികൾ കഴിഞ്ഞ് കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് എനിക്കെൻ്റെ പണം കിട്ടണമെന്ന് പറയാം. പണം തരുന്നില്ല എന്ന് പറഞ്ഞില്ലോ ആന്റണി, ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാണ്. ഒരു ദിവസം കൂടെ നിനക്ക് ഞാൻ സമയം തരുന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ രാവിലെ എനിക്ക് പണം എത്തിച്ചില്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം നീ കാണുമെന്ന് പറയാണ്. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വരവ് വരും, അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. നിന്റെ വണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയണം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയില്ല ആന്റണി ചേട്ടാ, ഞാൻ നാളെ ഉറപ്പായിട്ടും അങ്ങോട്ട് തന്നേക്കാന്ന് പറയണം. തന്നില്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും മഹേഷിന് ആപ്പട അങ്കലാപ്പായി. ഈ സമയം എടുത്തം വന്നിട്ട് ചോദിച്ചു, ഇത്രയ്ക്ക് അത്യാവശ്യമാണ് നിനക്ക് ആ ചിട്ടി പിടിച്ചാൽ പോരായിരുന്നോടാ, നീ എന്തിനാ ഈ വേണ്ടത്തെ പണിക്കൊക്കെ പോയെന്ന് ചോദിക്കാം. അത് പിന്നെ ചിട്ടി പിടിച്ചു കഴിഞ്ഞിട്ട് സച്ചേട്ടന് കൊടുത്തില്ലേ, സച്ചേട്ടൻ എന്തോ കാര്യമായിട്ട് ആവശ്യമുണ്ടായിരുന്നു. സച്ചേട്ടൻ മുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ളവനല്ല, അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടന് അത് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പറയണം. എന്നാലും നാളെ അവൻ വരുമ്പോൾ നീ എവിടെ നിർത്തിട്ട് കൊടുക്കും എനിക്കറിയത്തില്ല, ആകെപ്പാടെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയാൻ മനസ്സിൽ. ഇനി പണം കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. അങ്ങനെ മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ രേവതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു ചൊറിച്ചിലാണ്. പിന്നെ ഒരു നീ എന്താ ഇവിടെ എടുക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അമ്മ കണ്ടില്ലേ ഞാൻ അടുക്കള ജോലി ചെയ്യുന്നേ? ഓ നീ ജോലി ചെയ്യുമായിരുന്നല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞ് വന്ന പുതുപ്പെണ്ണാന്ന് കരുതിയാണോ നീ ഇങ്ങനെ ആടി തൂങ്ങി നിൽക്കണമെന്ന് ചോദിക്കുക. ഇവിടെ എല്ലാവർക്കും ഫുഡ് കഴിക്കണ്ടേ, നീ എന്ത് നോക്കിയിരിക്കുക എന്നൊക്കെ ചോദിക്കുക.
ഇത് കേട്ടൻ രേവതി തിരിഞ്ഞു നിട്ടിച്ചു. ഞാൻ മാത്രമല്ല ഇവിടെ പെണ്ണായിട്ടുള്ളേ, ബാക്കി എല്ലാവരും ഇല്ലേ? അല്ലാതെ എന്നെ കൊണ്ട് മാത്രമല്ല ചെയ്യാൻ സാധിക്കുന്നത്, ബാക്കി എല്ലാവരോടും കൂടെ വന്ന് കൂടാൻ പറ എന്ന് പറയാണ്. ഇതൊരിക്കലും ചന്ദ്രമതി പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. എടുത്തിയേറ്റ പോലെ ഒരു അവസ്ഥയെ ചന്ദ്രമതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.